നിങ്ങളോട് എല്ലാരോടും എനിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. നീ പറ സുമേ. നമ്മളെ കുടുംബശ്രീക്ക് നാട്ടില് തീരെ ഒരു വിലയില്ല. അതെന്നാ സുമേ അങ്ങനെ ഒരു ടോക്ക്? എന്റെ പ്രസിഡന്റ് കലാപരമായിട്ടും കായികപരമായിട്ടും എന്തെങ്കിലും ഒരു കഴിവുണ്ട് നമുക്ക്? നമ്മളെ നാലാൾ അറിയുവാ ഇല്ല. അതന്നെ ആ കഴിഞ്ഞ ഓണത്തിന് ദീപം കുടുംബശ്രീ കൈകൊട്ടിക്കളിയും തിരുവാതിരയായിട്ട് നാട്ടിൽ മൊത്തം മെയിനായി. കമ്പ വലിക്കും അവർക്ക് എന്നെ ഫസ്റ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നാട്ടുകാരുടെ ഇടയിൽ നമുക്ക് മെയിൻ ആകണം. അല്ലപ്പ ഇനിയിപ്പൊ നമ്മളെന്നെ ചെയ്യല്? നാട്ടുകാർക്ക് കൊണമുള്ള എന്തെങ്കിലും ചെയ്യണം. കറക്റ്റ്. അതിനിപ്പോ നമ്മളെന്താ ചെയ്യാ? പിന്നെ ഇതന്നെയല്ലേ ഞാനും ചോദിച്ചിനി. നമുക്ക് പച്ചക്കറിന്റെ വിലക്കയറ്റത്തിനെതിരെ ഒരു മൗനജാഥ നടത്തിയാലോ? ഉയ്യന്റെ ലളിതേച്ചി, നിങ്ങൾ എന്ത് മണ്ടത്തിരി പറയുന്നേ? എന്റെ ലളിതേച്ചി, എന്നിട്ട് വില കുറയാ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെ തന്നെ ആവൂലേ? നമ്മളെ നാട്ടുകാർ നേരിടുന്ന പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടുപിടിക്കണം നമ്മള്. ശരിയാണ്. പരിഹാരം കണ്ടെത്തണം. കാരണം നമ്മൾ അതിനെല്ലാം നമ്മളിങ്ങനെ വട്ടുകൂട്ടി ഇരുന്നിട്ടുന്ന കാര്യമുള്ള ഇവരാരും എന്തിനായത് നിങ്ങളിങ്ങനെ ഒച്ചപ്പാടാക്കല്ലപ്പാ? ഞാൻ അന്വേഷിച്ചിട്ട് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ഷോപ്പിക്സിന്റെ പുതിയ ഷോറൂം താഴെ ചോക്ക് വരുന്നുണ്ട് പോലും. പിന്നെ വിലക്കായിട്ടൊന്നും നമുക്കൊരു പ്രശ്നമല്ലല്ലോ. ഷോപ്രിക്സ് വരുന്നുണ്ടാ? നാട്ടിനൊന്നും പേടിക്കാനില്ലല്ലോ. ആണ് ഈ ന്യൂസ് നമുക്ക് നാട്ടുകാരിൽ മൊത്തം അറിയിച്ചിട്ട് മെയിൻ ആവാ. ഏത്? അതെ, ഇനി ഒട്ടും പേടി വേണ്ട. ഷോപ്രിക്സ് ഇനി താഴെ ചൊവ്വയിലും. നിയർ റെയിൽവേ ഗേറ്റ്, താഴെ ചൊവ്വ, കണ്ണൂർ.